ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിതാ ഞാൻ സോയ ചങ്ക്സിൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സോയ ചങ്ക്സ് നന്നായിട്ട് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് മാറ്റി വെക്കാം നമുക്ക്. ഇനി അതിലോട്ട് ഒരു അര പീസ് തക്കാളി, പിന്നെ 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ എടുത്തിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇത്രയും ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് ഇത്രയും എടുക്കണമെന്നില്ല, 1-2 ഒക്കെ കുറയ്ക്കാം കേട്ടോ. കാരണം ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും പിന്നെ കറാമ്പൂവ് ഒരു 1-2 മതി, ഏലക്കായ 1 മതി, പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ അതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മളെ മല്ലിയില്ലേ അതും, പിന്നെ ഒരു 5-6 ചുവന്ന മുളകും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇന്ന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വറുക്കാനായിട്ട് ഇട്ടു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. അത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുക്കുക. കറിവേപ്പില ജസ്റ്റ് ഒരു ക്രിസ്പി പോലെ ആവില്ലേ, അതുവരെ ഒന്ന് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഇതിന് നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ, പിന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടിയും ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം. നമ്മളെ ചതയ്ക്കുന്ന സാധനം തന്നെയില്ലേ, അതിലൊന്ന് ചതച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്പൈസസ് ആണ് വേണ്ടത് വെച്ചാൽ അത് മാത്രം ഇട്ടാൽ മതി. ആ നക്ഷത്രത്തിൻ്റെ ഇതൊന്നും ഇടണമെന്നില്ല. പിന്നെ കറാമ്പൂവ് അത് ഒന്നോ അല്ലെങ്കിൽ 2 മതി കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടിയും പിഴിഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ടതാണ്. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ അതിൽ ആ മസാല ഇട്ട് മിക്സ് ചെയ്യാം. ഞാൻ കണ്ടില്ലേ, ആ വെള്ളം മൊത്തം പിഴിഞ്ഞാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പച്ചമുളക് ഇത് നമ്മൾ കൈ കൊണ്ട് കുഴച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ഇടാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൈ എരിയും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലാണ് വെക്കേണ്ടത്. ഞാൻ അടികട്ടിയുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ദോശക്കല്ലിൻ്റെ മേലെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അടി നെരിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഓരോ ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അതൊഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അതിനെ ഇളക്കി ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അടികട്ടിയുള്ള പാത്രമാകുമ്പോൾ അടിയിൽ പെട്ടെന്ന് കരി പിടിക്കില്ല കേട്ടോ, അടിയിൽ പിടിക്കില്ല. അപ്പോൾ അത് നെരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.